ചെയ്യുന്നു. ശ്രീത്ത്, ഇതിലേതെങ്കിലും ഒരു പ്രത്യയശാസ്ത്ര വ്യതിയാനത്തിൻ്റെയോ സൈദ്ധാന്തിക പ്രതിസന്ധിയുടെ പ്രശ്നമില്ല. പറയുന്നത് സാമ്പത്തിക തട്ടിപ്പാണ്. ഒരു ഓഡിറ്റർ കൂടിയായ കുഞ്ഞികൃഷ്ണൻ കൃത്യമായ രേഖകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നു. പുസ്തകത്തിലൂടെയും അല്ലാതെയും ഒക്കെ പുറത്തേക്ക് വിടാൻ പോകുമെന്ന് പറയുന്നു. ഈ പറയുന്ന രീതിയിൽ കാണാതായ 70 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം സ്വകാര്യ അക്കൗണ്ടിലേക്ക് പോകുന്നത്, വേറൊരു 2 ലക്ഷം കാണാതാവുന്നത്, പിന്നെ അതും ഒരു സ്വകാര്യ അക്കൗണ്ടിലേക്ക് പോകുന്നത്, ഇതൊക്കെ രേഖാപരമാണല്ലോ. അപ്പോൾ പൈസ അടിച്ചു മാറ്റി എന്നുള്ളതാണ് പ്രശ്നം. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാം. അത് അടിച്ചു മാറ്റിയ ഫണ്ട് ഏതാണ്? രക്തസാക്ഷി ഫണ്ട് അടക്കമുള്ളവർ, വൈകാരികമായ ഫണ്ടാണ്. ശ്രീത്ത്, കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയാൽ വിജയമാഷി ചോദിച്ചതുപോലെ ചോദ്യം ചോദിച്ച കുട്ടിയെ പുറത്താക്കിയാലും ചോദ്യം അവിടെ നിൽക്കില്ലേ? ആ ചോദ്യം വേട്ടയാടില്ലേ ശ്രീജിത്ത്? ആഷ്മി, ഞാൻ പറയാൻ വന്ന കാര്യം തന്നെയാണ് ആഷ്മി പറഞ്ഞത്. ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ആ ചോദ്യം അവിടെ അവശേഷിക്കും. അതാണ് കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത് CPIM-ന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തെ കുറിച്ചാണ്. അതായത് രക്തസാക്ഷിയുടെ പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരാളുടെ പേരിൽ പിരിച്ച പണം അത് വെട്ടിപ്പ് നടത്തി. മാത്രമല്ല, അദ്ദേഹത്തിന് വീട് വെച്ച് നൽകുന്നതിലടക്കം ക്രമക്കേടുണ്ടായി. പിന്നീട് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിൽ ക്രമക്കേടുണ്ടായി. തെരഞ്ഞെടുപ്പിന് വേണ്ടി ഫണ്ട് പിരിച്ചതിൽ രസീത് കുറ്റിയിൽ മാറ്റം വരുത്തിയിട്ടുള്ള കൃത്രിമം നടത്തി. ഇത്തരത്തിലുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ വരുമ്പോൾ പ്രതിരോധിക്കാൻ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുക എന്ന മാർഗമാണ്. മറിച്ച് ഈ ഉത്തരവാദികളെ കണ്ടെത്താനോ വീണ്ടും ഒരു അന്വേഷണം ഫലപ്രദമായി നടത്തി കുറ്റക്കാരിലേക്ക് എത്താനോ CPM തയ്യാറാവുന്നില്ല. അതിന് കാരണം ഇത് രാഷ്ട്രീയമായി തിരിച്ചറി തട്ടിപ്പിന്റെ വ്യാപ്തിയെക്കുറിച്ചോ തട്ടിപ്പിനെ കുറിച്ചോ നേതൃത്വത്തിന് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് ഇത് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള ആശങ്കയാണ്. എന്നാൽ ഇത്തരം ഭവിഷ്യത്തുകൾ കൂടിക്കൂടിയാണ് പാർട്ടിക്ക് തലവേദനയായി ദോഷകരമായി മാറാൻ പോകുന്നത് എന്ന കാര്യം നേതൃത്വം തിരിച്ചറിയുന്നില്ല. മറിച്ച് ഇപ്പോഴത്തെ പ്രശ്നം അവസാനിപ്പിക്കാൻ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുക എന്നാണ് അവർ കാണുന്ന മാർഗം. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണനിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.